ലോകത്തെവിടെ ബോംബ് സ്ഫോടനം നടന്നാലും ഇസ്ലാമിക ഭീകരാക്രമണം നടന്നാലും അതിൻ്റെ ഒരു അന്വേഷണം വന്നെത്തി നിൽക്കുന്നത് കേരളത്തിലാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ ഈ കാശ്മീരിൽ നടന്ന ആ സംഭവത്തിലും 26 പേരുടെ ദാരുണമായ ആ മരണത്തിന് പിന്നിലെ അന്വേഷണം വന്നെത്തി നിൽക്കുന്നത് കേരളത്തിലും ആണ്. അതായത് ഈ ആക്രമണം സംഘടിപ്പിച്ച TRF ദ റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ആ ഭീകര റെസിസ്റ്റൻസ് ഫ്രണ്ട് ആണോ ഫോഴ്സ് ആണോ? രണ്ടും പറയുന്നുണ്ട്. റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് എന്നും ഫോഴ്സ് ഫ്രണ്ട് എന്ന് പറയാൻ ഇവർക്ക് വേറെ ആൾക്കാർ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു മുന്നണി എന്നുള്ള അർത്ഥത്തിൽ പറയുന്നുണ്ടല്ലേ? ഓക്കെ, ഒരു കൂട്ടായ്മ എന്നുള്ള അർത്ഥം. ഇതൊക്കെ ഓരോ തവണയായിട്ട് ഇവരിങ്ങനെ പേര് മാറ്റിക്കൊണ്ടിരിക്കുക. ഒന്ന് ഭീകര പട്ടികയിൽപ്പെടുമ്പോൾ വേറൊരു പേര് വെച്ച് അവർ ഇറങ്ങും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ PF പേര് മാറ്റി CPM ആവുന്നത് പോലെ. അതെ, PF-കാർ CPM-ലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അപ്പോൾ പകല് CPM-ഉം രാത്രി PF അംഗീകാരമുള്ള ഒരു പാർട്ടിയായിട്ട് ഇപ്പം അതിന്റെ പകല് കമ്മിയും രാത്രി സുഡാപ്പി. അപ്പം അതിന്റെ വ്യത്യാസങ്ങൾ കാണാനുണ്ട്. അതെ, പണ്ടൊക്കെ CPM എന്ന് പറഞ്ഞാൽ അഴിമതിക്ക് വിരുദ്ധമായിട്ട് പാർലമെന്ററി വ്യാമോഹമില്ലാത്ത ഇങ്ങനെ പ്രകടനപരതയും പ്രദർശനപരതയും ഇല്ലാത്ത ഒരു പാർട്ടിയായിരുന്നു. ഇപ്പോൾ വർഗീയതയും ഇല്ലാത്ത ഒരു പാർട്ടിയായിരുന്നു. ഇപ്പോൾ വർഗീയത, പ്രകടനപരത, പ്രദർശനപരത, ഈ കാര്യങ്ങൾ, സ്വഭാവം, ദേശവിരുദ്ധ സ്വഭാവം, ഇതൊക്കെ കൈമുതലാക്കിയ ഒരു പാർട്ടിയായിട്ട് സാർ നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. നമ്മുടെ ഈ ഇവിടെ കാശ്മീരിൽ നടന്ന സംഭവത്തിന് പുറകിലും പറഞ്ഞതുപോലെ ഒരു കേരള ബന്ധം വന്നിരിക്കുന്നു. ഈ TRF-ന്റെ തലവൻ, ഇന്ത്യയിലെ തലവൻ സജാദ് ഗുൾ എന്നാണ് അയാളുടെ പേര്. ഏതാണ്ട് 51 വയസ്സുണ്ട്. അയാൾ കേരളത്തിൽ വന്ന് ഒരു കോഴ്സ് പഠിച്ച് പാസ്സായി പോയി. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 10-25 വർഷങ്ങൾക്ക് മുമ്പാണ് അയാൾ കേരളത്തിൽ വന്നൊരു കോഴ്സ് പഠിച്ചിട്ട് പോയി എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്താണ് സാർ ഈ കേരളം ഇങ്ങനെ ഈ ലോകത്തെവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നാലും അതിൽ ഒരു കേരള ബന്ധം എന്തുകൊണ്ട് വരുന്നു? നമുക്കറിയാമല്ലോ, ഭീകരവാദികളുടെ പ്രിയ താവളമാണ് എന്നൊന്നും കേരളം. വാഗമൺ മല അടിവാരത്ത് ISIക്ക് വേണ്ടിയിട്ടുള്ള ഭീകര പരിശീലനം നടത്തിയത് നമുക്കറിയാം. ഇത്തരം പരിശീലനങ്ങളിൽ നമ്മൾ അറിയുന്നത് മഞ്ഞുകട്ടയുടെ ഏതാണ്ട് ഉപരിതലം മാത്രമാണ്. മഞ്ഞുകട്ട പിന്നെയും വളരെ ആഴത്തിൽ കടലിലുണ്ട്. അത് സൗകര്യപൂർവ്വം മറച്ചും വെച്ചിരിക്കുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കേരളം നോക്കിക്കോളൂ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പാകിസ്ഥാനികളായിട്ടുള്ളവരെ ഈ 48 മണിക്കൂറിനുള്ളിൽ പുറത്താക്കണമെന്ന് പറഞ്ഞു. കേരളം അവിടെയും അനാസ്ഥ കാണിച്ചു. എന്ന് പറഞ്ഞാൽ 101 പേരോളം ഉണ്ടായിട്ട് നമ്മളൊരു 30, അതിൻ്റെ ഒരു 1/3 ഭാഗം പേരെ മാത്രമാണ് വിട്ടത്. നമുക്ക് മനസ്സില്ല അവരെ വിട്ടുപോകാൻ, മനസ്സില്ല. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്നവരവരാണ് എന്നുള്ളതാണ് നമ്മുടെ ബോധമണ്ഡലത്ത് ഉദിച്ചു നിൽക്കുന്ന സത്യം. അപ്പോൾ അതുകൊണ്ട് CPM-നെ ഭരിക്കുന്ന പാർട്ടിയുടെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. അതിനു മുമ്പ് PF-നെ നിരോധിച്ചപ്പോൾ കോടതി പറഞ്ഞു, കേന്ദ്ര സർക്കാരല്ല പറഞ്ഞത്, ഇത് അമിത്ഷാ പറഞ്ഞതാണ്. അമിത്ഷാ പറഞ്ഞിട്ടാണ് പാകിസ്ഥാനികളെല്ലാം പുറത്തു പോകുന്നത്. ഇപ്പോൾ മനസ്സില്ല, നമ്മളങ്ങ് തീരുമാനിച്ചു. കാരണം കേരളം പ്രത്യേക ഒരു റിപ്പബ്ലിക്കായിട്ടാണല്ലോ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതെ, കേരളത്തെ ഇന്ത്യക്ക് മുകളിലുള്ള ഒരു റിപ്പബ്ലിക്. ഇന്ത്യ കേരളത്തിൻ്റെ ഒരു സാമന്ത രാജ്യമെന്നുള്ള മട്ടിലാണ് CPM-ഉം അതിൻ്റെ മുഖ്യമന്ത്രിയും ഒക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. അങ്ങനെ ഒരു വിപര്യത്തിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ സംഭവിക്കത്തുള്ളൂ കേരളത്തിൽ. അവർക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള താവളമാണെന്ന് അവർ തന്നെ സമ്മതിച്ചു. കേരളത്തിന് പുറത്തുള്ള മുസ്ലിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംസ്ഥാനം കേരളമാണ്. കാരണം BJP-യെ തോൽപ്പിക്കുന്നു, പതിവായിട്ട് തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് BJP-ക്ക് മുന്നേറാൻ അവിടെ കേരളത്തിൻ്റെ ഡെമോഗ്രഫി വല്ലാത്ത ഒരു രീതിയിൽ മാറിയിട്ടുണ്ട്. പറയുന്നത് പോലെ മുസ്ലിം വോട്ട് ബാങ്ക് കേരളത്തിൽ അതിശക്തമാണ്. അത് തന്നെയല്ലേ ഇവരെ ഇത്തരത്തിൽ പ്രേരിപ്പിക്കുന്നത്, ഈ CPM-നെയും കോൺഗ്രസിനെയും ഒക്കെ. അതെ, എസ്കലേറ്റിങ്ങുമാണ്. മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ഡിമിനിഷിങ് ആൻഡ് മിനിമൈസിങ് ആണ് പാകിസ്ഥാനിലെ പോപ്പുലേഷൻ, ഹിന്ദുക്കളുടെ പോപ്പുലേഷൻ. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ, അതെ, അത് കുറഞ്ഞു ചുരുങ്ങി ചില സ്ഥലങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി അതിന്യൂനപക്ഷമായിട്ട് പതുക്കെ മാഞ്ഞു പോവുക. നെറ്റിയിലെ സിന്ദൂരപ്പൊട്ട് മാഞ്ഞു പോകുന്നത് പോലെ മാഞ്ഞു പോവുക. സിന്ദൂരപ്പൊട്ടിട്ടുകൊണ്ട് ഹിന്ദുക്കൾക്ക് അവിടെ നടക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അത് സാമൂഹിക വിചാരണയ്ക്കും അതുവരെ തന്നെ ഒരു തരത്തിലുള്ള തൊട്ടുകൂടായ്മയ്ക്കും ഒക്കെ അങ്ങനെ സിന്ദൂരം ധരിക്കുന്നവരവിടെ വിദൂരമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രധാനമന്ത്രി മോഡി കഴിഞ്ഞ ദിവസം പാകിസ്ഥാനെതിരെ നമ്മൾ നടത്തിയ ഭീകരവാദികൾക്കെതിരെ, പഹൽഗാം ഭീകരതയ്ക്കെതിരെ നടത്തിയ ആ ഒരു വേട്ടയ്ക്ക് ഇട്ട പേര് വളരെ അന്വർത്ഥമാണ്, ഓപ്പറേഷൻ സിന്ധൂർ. അതെല്ലാ സമസ്ത സ്ത്രീകളുടെയും
സ്വാതന്ത്ര്യത്തിന്, പൊട്ടുതൊടാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം കൂടിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ കാണാവുന്നതുമാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സജ്ജാദ് ഗുൾ എന്ന് പറയുന്ന ആൾ ഇവിടെ എന്തിനു വന്നു, എന്ത് കോഴ്സാണ് പഠിച്ചതെന്നും കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. കോഴ്സിൻ്റെ കൂട്ടത്തിൽ പഠിച്ച സബ്സിഡിയറി അല്ലെങ്കിൽ മെയിൻ കോഴ്സുകൾ മറ്റെന്തെല്ലാമാണ് എന്നുള്ളതും അറിയണം. അദ്ദേഹം ഒരു BA പഠിച്ച ആളാണ്. ഈ BA പഠിച്ചിട്ടുള്ള ആളാണ് ഒരു കാഫിർ എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാത്ത ആളിനെ, ഇസ്ലാം മത വിശ്വാസി അല്ലാത്ത ആളുകളെല്ലാം കാഫിറുകളാണ്. അതെ, ആ കാഫിറിനെ കൊന്നുകഴിഞ്ഞാൽ വീരസ്വർഗം കിട്ടുമെന്നുള്ള വിശ്വാസം BA വരെ പഠിച്ച ആൾ കൊണ്ട് നടക്കുക. ബാംഗ്ലൂർ വന്ന് MBA പഠിച്ചു, അതിനുശേഷമാണ് ലാബ് അസിസ്റ്റന്റിന്റെ ഒരു ജോലി തരപ്പെടുത്തി. ലബോറട്ടറി സയൻസ് പഠിച്ചു അദ്ദേഹം. അങ്ങനെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാഭ്യാസമില്ലാത്ത പലരും ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഹീനമായ കൊലപാതകങ്ങളിലേക്കും കശാപ്പുകളിലേക്കും പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ പഠിച്ച് ഡിഗ്രിയും പഠിച്ചു കഴിഞ്ഞ ഒരാളിങ്ങനെ വന്നിട്ട് മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും പരിശീലിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, സ്വയം ഒരു റിക്രൂട്ടായിട്ട് പോയിട്ട് ഈ കൊലപാതകങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ, നരഹത്യ ചെയ്യുകയും ചെയ്യുമ്പോൾ, അതിൻ്റെ അവർക്ക് മരിക്കാൻ പേടിയില്ല, ആളുകളെ കൊല്ലാനും അതുകൊണ്ട് പേടിയില്ല. മരിച്ചാലും കുഴപ്പമില്ല, മരിച്ചാൽ ഞങ്ങൾ നേരെ സ്വർഗത്തിലേക്കും കാഫിറുകൾ നേരെ നരകത്തിലേക്കും എന്നാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അവർ നരകത്തിലെ വിറകുകൊള്ളിയാകും എന്നാണ്. അവിടെയാണ് ഏറ്റവും വലിയ ഇടം. പാരലൽ വിദ്യാഭ്യാസം നടത്തുന്ന മദ്രസകളിൽ കൂടി ഇത് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ, ഇത് മാത്രമാണ് പഠിപ്പിക്കുന്നത്. ഈ അന്ധവിശ്വാസങ്ങളെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപരമത വിരോധം, അപരമത കത്തിക്കുകയാണ്. അവിടെയാണ് ഇതിൻ്റെ അടിവേര്. അവിടെ ഈ അടിവേരുള്ളിടത്തോളം കാലം ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ കൊല്ലപ്പെടും. വിദ്യാഭ്യാസം നേടിയിട്ടും കാര്യമില്ല. അതെ, ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മനുഷ്യകുലം നശിക്കുകയാണ് വാസ്തവത്തിൽ. ഇങ്ങനെയുള്ള ഭീകരമായ കൊലപാതകങ്ങൾ നടത്തുമ്പോൾ അതിന് തിരിച്ചടിയുണ്ടാവും. ആ തിരിച്ചടിയിലൂടെ ഈ കൊലപാതകങ്ങളും ഇല്ലാതാവുകയല്ലേ? മനുഷ്യവംശത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയല്ലേ ഇത്? നമ്മൾ പണ്ടൊരു പാട്ടിൽ കേട്ടിട്ട്, വണ്ടേ നീ മരിക്കുന്നു ദീപവും കെടുത്തുന്നു എന്ന് പറയുന്നത് പോലെ സ്വയം മരിക്കുന്നു, ആ വെളിച്ചവും കെടുത്തുകയാണ്. ഇരുട്ടിൻ്റെ തമോ ഗഹ്വരങ്ങളിലേക്ക് ഇവർ നമ്മളെ കൊണ്ടുപോവുകയാണ്. ഇരുണ്ട കാലത്തിൻ്റെ അന്ധവിശ്വാസങ്ങളിലേക്കാണ് ഈ 21ാം നൂറ്റാണ്ടിനെ അവർ നയിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതുതന്നെയാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം എന്ന് പറയുന്നത് അന്ധവിശ്വാസത്തിനെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയായിട്ട് മാറേണ്ടതായിട്ടുണ്ട്. ആ അന്ധവിശ്വാസത്തെ കടപുഴക്കാതെ നമുക്ക് ഇങ്ങനെയുള്ള പോലെയുള്ള അബ്നോർമാലിറ്റികളെ സമൂഹ മനസ്സിൽ നിന്ന് തുടച്ചു നീക്കാൻ കഴിയുകയില്ല. സമൂഹത്തിൽ നിന്ന് തന്നെ ഇവരെ തുടച്ചു നിൽക്കേണ്ടതാണ്. ആപത്താണ്. തലയ്ക്ക് 10 ലക്ഷം രൂപ വില പറഞ്ഞിട്ടുണ്ട്. ഒരു തവണ ജയിലിൽ 2002 ഇയാൾ ഇതുപോലെ നമ്മുടെ പാർലമെന്റ് ആക്രമണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അയാൾ പല കേസുകളിൽ പ്രതിയായി ജയിൽ ശിക്ഷ 10 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ച് 2017 പുറത്തിറങ്ങിയത് വന്ന ആൾ സ്വൈരമായിട്ട് കേരളത്തിൽ വിഹരിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ ഇൻ്റലിജൻസ് എന്താണ്? കേരള ഗവൺമെൻറ്റിൻ്റെ ഇക്കാര്യത്തിലുള്ള പിടിപ്പുകടല്ലേ ഇത് കാണിക്കുന്നത്? ഏറ്റവും നല്ല പോലീസ് ഉണ്ടെന്ന് പറയുന്ന ആൾക്ക് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇവിടെ നടന്ന് പരിശീലനവും പഠിപ്പും കഴിഞ്ഞ് പോകുക എന്ന് പറഞ്ഞാൽ എന്താണ് കാര്യം? അപ്പോൾ ഇവിടെ നിന്ന് സഹായം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടെന്നൊരർത്ഥം കൂടിയുണ്ട്. ഈ സഹായിക്കുന്നവരെയും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇദ്ദേഹത്തിനെയും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാണ് ഇവരെ 4ാം മാർഫ്യവും വാചകമയും ഘോഷയാത്രയൊക്കെ ആയിട്ട് നടക്കുന്നത്. അതോർക്കുമ്പോഴാണ് കഷ്ടം തോന്നുന്നത്. അപ്പോൾ ഈ സജാദ് ഗുൾ എന്ന് പറയുന്നത് ആ ഭീകരനാണ്. ഈ റെസിസ്റ്റൻസ് ഈ പറയുന്ന RF ഫോഴ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട് ആയിക്കോട്ടെ, TRF എന്ന് പറയുന്നത് എന്നുള്ളതിൻ്റെ എക്സ്പാൻഷനാണ്. അപ്പോൾ ഇത് നമ്മൾ തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ട് കാണേണ്ടതാണ്. ഏതൊരു ഭീകരവാദർ എന്തു വൃത്തികേട് കാണിച്ചാലും അത് കേരളത്തിൽ നിന്നൊരാൾക്ക് അതിൽ പങ്കുണ്ടാവും എന്ന് പറയുന്നത് നമുക്ക് അഭിമാനകരമായ കാര്യമൊന്നുമല്ല. അത് CPM ഒരുപക്ഷെ അവർക്ക് അഭിമാനകരമായ കാര്യമായിട്ട് കരുതുന്നുണ്ടാവാം. പക്ഷേ ഒരു സൊസൈറ്റി എന്നുള്ള നിലയിൽ കേരളത്തിന് അത് അഭിമാനകരമല്ല, നാണക്കേട് തന്നെയാണ്. ഇങ്ങനെ ചെയ്യുന്നവരല്ല കേരളീയരായിട്ടുള്ള ആൾക്കാർ. സമാധാനമായിട്ട് ജീവിക്കുന്നവരാണ് അവർ. ഈ പറയുന്ന ക്രമസമാധാന നില മെച്ചപ്പെട്ട ഒരു അന്യരെ പോയി കഴുത്തറക്കുക, ഇതൊരു ആദർശമായിട്ട് സ്വീകരിച്ചിട്ടുള്ള ആൾക്കാരൊന്നുമല്ല കേരളത്തിലെ ജനങ്ങൾ പൊതുവേ. ഏത് സമുദായത്തിൽപ്പെട്ട ആളായാലും അങ്ങനെ സമാധാനകാംക്ഷികളായ ജനതയോട് ചെയ്യുന്ന ഒരു പാതകമാണ്. നമുക്കറിയാമല്ലോ, കാശ്മീർ ഭീകരവാദത്തിൽ ആളുകളെ റിക്രൂട്ട് ചെയ്ത ആളിനെ അവിടെ വെടിയേറ്റ് മരിച്ചപ്പോൾ ആ ദേഹം, എനിക്ക് അവൻ്റെ ദേഹം കാണണ്ട എന്ന് പറഞ്ഞു മലപ്പുറത്തെ ഒരു ഉമ്മ. അതാണ് കേരളത്തിൻ്റെ മനസ്സ്. ആ ഉമ്മയുടെ മനസ്സാണ് കേരളത്തിൻ്റെ മനസ്സ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഇതുപോലുള്ള നികൃഷ്ടന്മാരെ, പരനാറികളെ പ്രവേശിപ്പിക്കുക എന്ന് പറയുന്നത് കൊടും പാതകമാണ്. സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും കൊടും പാതകമാണ്.
കാരണം നമ്മുടെ നിഘണ്ടുവിലുള്ള ഏറ്റവും മോശമായ വാക്കുകളേക്കാൾ മോശമായ വാക്കുകൾ അർഹിക്കുന്നവരാണ് സജ്ജാദ് ഗുളിനെ പോലുള്ള സാമൂഹ്യ വിരുദ്ധർ, മനുഷ്യകുല വിരുദ്ധർ, മനുഷ്യൻ്റെ ശത്രുക്കൾ. അവർ കോവിഡിൻ്റെ അണുക്കളെക്കാളും കുഷ്ഠത്തിൻ്റെ അണുക്കളെക്കാളും ക്യാൻസറിൻ്റെ വൈറസുകളെക്കാളും വളരെ മോശം പിടിച്ച ആൾക്കാരാണ്. അത് അങ്ങനെ തന്നെ കാണണം. അല്ല, അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ ഒരു പാർട്ടിയും ശ്രമിക്കരുത്. അവിടെ ഗ്ലോറിഫൈ ചെയ്യുമ്പോഴാണ് അവർ കൂടുതലായിട്ട് ഇങ്ങോട്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. കോവിഡ് വൈറസിനെ നമ്മൾ വാക്സിൻ കൊണ്ട് തടഞ്ഞതുപോലെ ശക്തമായ സാമൂഹികമായിട്ടുള്ള വാക്സിൻ കൊണ്ട് ഇത്തരം പ്രവാഹങ്ങളെ കേരളത്തിലേക്ക് വരുന്നത് തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിയണം. കോവിഡിനെ നമ്മൾ എങ്ങനെ നേരിട്ടോ അതുപോലെ തന്നെ ഈ ഭീകരവാദികളുടെ വൈറസുകളെ കേരളത്തിന് നിയന്ത്രിക്കാൻ കഴിയണം. പ്രൊഫൈലാക്സിസ് എങ്കിൽ അത്, അതിനുള്ള വാക്സിനേഷൻ എങ്കിൽ അത്, അല്ലെങ്കിൽ അതിന് ശേഷമുള്ള രീതിയിലുള്ള ഒരു രോഗം അമർച്ച ചെയ്യില്ലെങ്കിൽ അത് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതൊരു സാമൂഹിക രോഗമായിട്ട് കേരളത്തിൽ കഞ്ചാവ് പോലെ, ഇയാളുടെ പേര് തന്നെ സജ്ജാദ് എന്ന്, സജ്ജാദ് കൊള്ളും കഞ്ചാവും തമ്മിൽ വലിയ അകലമൊന്നുമില്ല. ഇതൊരു സാംക്രമിക രോഗമായിട്ടും പടരാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.